പ്രശാന്ത് സാർ നമസ്കാരം. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എംപിയുമായിട്ടുള്ള ശശി തരൂർ വളരെ നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. നരേന്ദ്രമോദി അമേരിക്കയിൽ പോയത് രാജ്യത്തിന് തന്നെ അഭിമാനമാണെന്നും നയതന്ത്രപരമായിട്ടുള്ള വലിയ വിജയങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ടുണ്ടെന്നും ട്രംപ് അദ്ദേഹത്തെക്കാൾ വലിയ നെഗോഷിയേറ്ററാണ് നരേന്ദ്രമോദി എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയത് രാജ്യത്തിന് തന്നെ ഏറ്റവും മികച്ച അഭിമാന നിമിഷമാണെന്നൊക്കെയാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ ശശി തരൂരിനെതിരായിക്കൊണ്ട് കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. വേറൊരു വാർത്ത വരുന്നത് ശശി തരൂർ ഒരുപക്ഷെ BJP-യിലേക്ക് എത്തിയേക്കാം, കേന്ദ്രമന്ത്രിയായേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായിരിക്കും ശശി തരൂർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ശശി തരൂർ ലോകം കണ്ടൊരു മനുഷ്യനാണ്, അദ്ദേഹം സത്യം പറയാതിരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇദ്ദേഹത്തെ എന്താ പറയുന്നത്, വിശ്വപൗരൻ അല്ലേ? വിശ്വപൗരൻ എന്നല്ലേ അറിയപ്പെടുന്നത്? വിശ്വപൗരൻ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു പേര് ഇന്ത്യയിൽ ഉടനീളം നടന്ന് ആഘോഷിച്ച് ആ പേരിന് അർഹനായിട്ടുള്ള ഒരാൾ കോൺഗ്രസ് നേതാവാണെന്ന് പ്രചരിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ? ഇപ്പൊ ശശി തരൂർ പറഞ്ഞതിനകത്ത് ശരിയോ തെറ്റോ എന്ന് നോക്കുമ്പോ അയാൾ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അത് കോൺഗ്രസ്സുകാരനായിട്ട് ഇരുന്നു കൊണ്ട് പറയണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹമാ. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ശശി തരൂർ പറഞ്ഞത് ശരിയാണ്. വാർത്തം ചോദിച്ച് ശശി തരൂർ പറഞ്ഞത് ശരിയാണോ? ശശി തരൂർ പറഞ്ഞത് ശരിയാ. ലോകത്തുടനീളം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനെതിരെ അദ്ദേഹം ഓരോ നിയമങ്ങളൊക്കെ പാസ്സാക്കുമായിരുന്നു. ആ സമയത്ത് ലോകത്തെ ഒരു രാജ്യത്തെയും വിളിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, നമുക്കൊന്ന് കൂടിയാലോചിച്ച് ചെയ്യാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇന്നൊക്കെ ചെയ്താൽ മതി, ഞങ്ങളുടെ താല്പര്യങ്ങൾ ഇന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യവസായ താല്പര്യം ഇന്നതാണ്, ഞങ്ങളുടെ നിർമ്മാണ താല്പര്യം ഇന്നതാണ്, ഞങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി താല്പര്യം ഇന്നതാണ്, അല്ലെങ്കിൽ ചുങ്ക റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇന്ത്യയുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം തീരുമാനിക്കണം. ആ രീതിയിലേക്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് ചർച്ച ചെയ്യുന്നത് ശരിയാണെന്ന് ശശി തരൂർ പറഞ്ഞെങ്കിൽ അതിനകത്ത് ശരികേടൊന്നുമില്ല. പക്ഷെ ആ ശരി പറയണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അങ്ങനത്തെ ശരികൾ പറഞ്ഞാൽ നാളെ കാലത്തെ കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് ശശി തരൂർ പറഞ്ഞതിനകത്ത് ഇപ്പൊ അഭിപ്രായമായിട്ട് ബന്ധപ്പെടുന്നത്. ഇപ്പൊ വാർത്തനായിട്ട് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ ഹസൻ പറഞ്ഞു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ അത്തരത്തിലൊരു വർത്തമാനം പറയാൻ പാടില്ല. ഇയാളെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആക്കി ഞാനോ വാർത്തന വല്ലോ ആണോ? നിങ്ങളല്ലേ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആക്കിയത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി, അയാൾ മത്സരിച്ചു, അയാള് മത്സരിക്കണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ മത്സരിച്ചു. അയാൾക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്ത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എത്ര പ്രതിരോധം നെഹ്റു ഫാമിലി ഏർപ്പെടുത്തിയതൊക്കെ ശേഷവും അതിനകത്തുനിന്ന് കുറെ വോട്ട് മേടിച്ചു. അതിനുശേഷം അയാളെ മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് അയാളെ നിർബന്ധമായിട്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. നിങ്ങളുടെ പാർട്ടിക്കകത്ത് തിരുവനന്തപുരത്തു നിന്നും വേറൊരാൾ മത്സരിച്ചാൽ MP ആകുമോ എന്നുള്ള ആശങ്ക ഉള്ളത് കൊണ്ട് അയാളെ വീണ്ടും മത്സരിപ്പിച്ചു. അയാളെ ഇതിനകത്ത് കൊണ്ടുവന്ന് ആക്കി ഈ പാർട്ടി വിശ്വപൗരന്മാരുടെ പാർട്ടിയാണെന്ന് അവരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അയാളെ കൊണ്ടുവന്നു. നിങ്ങൾ അയാളെ കേന്ദ്രമന്ത്രിയാക്കി. ഇപ്പം അയാൾ പറയുന്നതിനകത്ത് ശരിയും തെറ്റും നിങ്ങൾ പറയണം. നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മറുപടി പറയേണ്ടത് നെഹ്റു ഫാമിലിയാ. ഈ ഹസനും അല്ലെങ്കിൽ ഈ മുരളീധരനും അല്ലെങ്കിൽ ഇവിടുത്തെ പറയുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ വലിയ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ KSUവിലൂടെ വന്നതാ, ഞാൻ യൂത്ത് കോൺഗ്രസിലൂടെ വന്നതാ, എനിക്ക് പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാ. എന്ത് പാരമ്പര്യമുണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ജയ് വിളിക്കുന്ന ഈ രാഹുൽ ഗാന്ധിക്ക്? നിങ്ങൾ എന്ത് പാരമ്പര്യമായിട്ടുള്ളത്? അയാള് നെഹ്റു ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അയാള് കാണിക്കുന്ന ഇത്രയും കാലമായിട്ടുള്ള ഒരു 10-55 വയസ്സ് ഉണ്ടെന്ന് പറയുന്ന ആ മനുഷ്യൻ കാണിക്കുന്ന കോനാമ്പീച്ച, ആ മനുഷ്യൻ പറയുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം, ആ മനുഷ്യൻ പറയുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം, ഇതിനകത്തെല്ലാം ശരിയാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ശരികേടും നിങ്ങൾക്ക് ഇത് ശരികേടായിട്ട് തോന്നുന്നെങ്കിൽ ഇതും അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടല്ലേ നിങ്ങളുടെ പാർട്ടിക്കകത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത്. ഇവിടെ ഇന്നലെ മുരളീധരൻ പറയുന്നത് ഇപ്പൊ എന്റെ കൂടെ ചർച്ചയ്ക്ക് പറയുന്നതാണ്, ഞാനൊരു സാധാരണ കോൺഗ്രസ്സുകാരനാ, അപ്പൊ അദ്ദേഹം ഈ വിശ്വപൗരൻ എന്ന് പറയുന്ന ആള് പറഞ്ഞതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, അത് ദേശീയ തലത്തിലാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം വലിയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അത് ഈ പരിഹാസ രൂപേണയാ പറയുന്നത്. ഈ പറയുന്ന ആളാണ് ഈ സോണിയാഗാന്ധിയെ മദാമെന്ന് വിളിച്ചത്. ഏറ്റവും പ്രബുദ്ധനായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു നേതാവുണ്ട്, അഹമ്മദ് പട്ടേൽ. നമ്മൾ എത്ര പറയുമ്പോഴും കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു.
ഗുജറാത്തിലെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് അതിവിദഗ്ധനായിട്ടുള്ള ഈ അമിത്ഷാ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ട് പോലും അന്ന് അവിടെ നിന്നിട്ട് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റിൽ നിന്നൊക്കെ രാജ്യസഭ വന്നതാ. അത്രയ്ക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്ന ആളും അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആളുമായിട്ടുള്ള ഈ അഹമ്മദ് പട്ടേലിനെ അലോമിനിയം പട്ടേലിനെ വിളിച്ച ആളാ മുരളീധരൻ. അല്ലെങ്കിൽ ഈ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാത്തതിന് ഈ പറയുന്ന ഈ സോണിയാഗാന്ധിയെ മദാമെന്ന് വിളിച്ചതാ. അപ്പൊ അന്ന് അയാൾ ഈ പാർട്ടിക്കകത്തല്ലായിരുന്നു. ഈ പാർട്ടിക്കകത്ത് അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നിൽക്കാതെ വന്നപ്പോൾ അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ഉമ്മൻചാണ്ടിയെ നമ്മളുൾപ്പെടെ ഉള്ള എല്ലാവരും ബഹുമാനിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഏതാ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളതല്ല, അയാൾക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ജനത്തിനിടയ്ക്ക് അംഗീകാരമുണ്ട്. അയാളെ എന്തിനു വേണ്ടി ചിത്ത വിളിച്ചു? അപ്പൊ ഞാനീ പറയുന്നത് ഇതിനകത്ത് സ്പേസ് കിട്ടാതെ വരുമ്പോൾ ഈ പാർട്ടിക്കകത്ത് സ്പേസ് കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതി വർത്താനം പറയും. ഇയാളിപ്പോ വർത്താനം പറയുന്നത് പറയാം, ഇയാൾക്ക് വൃത്തിയായിട്ട് വർത്താനം പറയാൻ അറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാൻ പറ്റുന്ന കോൺഗ്രസ്സുകാർ ഇതിനകത്തില്ല. അയാൾക്ക് മനസ്സിലായി ഈ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമേ വിളിക്കുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന അവിടെ ഉണ്ടാകുന്ന സ്പേസും ലോകത്തിന് ഉണ്ടാകുന്ന സ്പേസും അത് ശരിയായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. ആ തീരുമാനം അങ്ങനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ചർച്ചയായി, ലോകത്തുടനീളം ചർച്ചയായി. അതുപോലെ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇവിടുത്തെ 28 സംസ്ഥാനങ്ങളിൽ നമ്പർ 1 സംസ്ഥാനം കേരളമാണെന്ന്. അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പേസിൽ നിന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിയും തെറ്റും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നല്ല, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ മാധ്യമത്തിന് മുമ്പിൽ വന്നാണ് വാസനെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹം ഇത് പറയണമെങ്കിൽ ഒഴിയണമെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അതിനകത്തുള്ള ബോഡിക്കകത്തല്ലേ പറയേണ്ടത്. അപ്പൊ നിങ്ങളിൽ തൊണ്ട പുഴുത്താൽ എന്റെയും പാർട്ടന്റെയും തൊണ്ട പുഴുത്താൽ ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഈ പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം അറിയാമല്ലോ. ഈ പറയുന്ന വിശ്വപൗരനെ കൊണ്ടുവന്നു. വിശ്വപൗരൻ ചില കാര്യങ്ങൾക്കകത്ത് ഇതിനു മുമ്പ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ പോകുന്നതും അല്ലെങ്കിൽ ഒരു പ്രത്യേക കുടുംബത്തിന്റെ പാർട്ടിയായിട്ട് പോയാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശക്തമായിട്ടുള്ള ഒരു ഭരണകക്ഷിയാണ് അല്ലെങ്കിൽ BJP ആണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. ഈ മാതിരി അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാരണം കൊണ്ടാണ് ശശി തരൂർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് 2-3 പേരിൽ JC വെച്ച് എടുത്തു വെക്കുന്ന പോലുള്ള വൃദ്ധനായിട്ടുള്ള ഗാർഗെ ഇവിടെ കൊണ്ടുവച്ചത്. മാത്രമല്ല നിങ്ങൾ പരിശോധിക്കണം, ഗാർഗെ എന്തോ പറഞ്ഞത്. ഗാർഗെ പറയുന്നത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം, നമ്മൾ ചർച്ച ചെയ്ത കുംഭമേളയ്ക്ക് കുളിച്ചാൽ പട്ടിണി മാറത്തില്ല. ഇവിടെ കുംഭമേളയ്ക്ക് കുളിച്ചാൽ പട്ടിണി മാറത്തില്ല എന്നുള്ള കാര്യം കുംഭമേളയ്ക്ക് കുളിക്കുന്നവർ തീരുമാനിച്ചു. നിങ്ങളിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇപ്പം മന്ത്രിയാണല്ലോ, അയാൾ അവിടെ ഇരുന്ന് പറയുന്ന കാര്യം എന്തോ, അയാൾ ഇന്ത്യ വിരുദ്ധതയാ പറയുന്നേ, അയാള് സനാതന ധർമ്മത്തിനെതിരെയാ പറയുന്നേ. നിങ്ങൾ അതിന്റെ വ്യക്താവാണ്. നിങ്ങൾ പറയാറുണ്ടല്ലോ, ഗാർഖെ നിങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ പട്ടികജാതിക്കാരൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ്, നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അവരുടെ നേതാവാണെന്ന്. നിങ്ങൾക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്? നിങ്ങൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും എത്ര കോടി രൂപയുടെ ആസ്തിയാണ്? നിങ്ങളുടെ ജോലി എന്തുമായിരുന്നു? നിങ്ങളുടെ അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ കോടീശ്വരനായിരുന്നു. ഇന്ത്യ വിറ്റ കാശ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അകത്തിറങ്ങി ഇവിടുത്തെ ഒരു MP-യും MLA-യും ഒക്കെ കൃത്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് അയാൾക്ക് കൊടുക്കുന്ന അലവൻസോ അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസോ ബെത്തയോ ഒന്നും ശരിയായ രീതിയിൽ ഒരു ദിവസം നിയോജകമണ്ഡലം അല്ലെങ്കിൽ ആൾക്കാരുടെ കാര്യങ്ങൾ തിരക്കി പോയാൽ മിച്ചം പിടിക്കാൻ കാണത്തില്ല. പിന്നെ ഇയാൾക്ക് എവിടുന്ന ഈ മിച്ചം? ഇയാൾക്ക് എവിടുന്ന ഇന്ത്യയിലുടനീളം സമ്പത്ത്, ഇന്ത്യക്ക് വെളിയിൽ സമ്പത്ത്, 10-20,000 കോടി രൂപയുടെ ആസ്തി? ഇത് ഈ പാവം പിടിച്ചവന് വേണ്ടി പറഞ്ഞപ്പോ BJP അക്കമിട്ട് ചോദിച്ചല്ലോ. അപ്പൊ ഇയാള് പറയുന്നത്, ഇയാള് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാരനായിട്ട് നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ പറയുന്നത് പോലെ സനാതന ധർമ്മത്തിനെതിരെ പറയുന്നു, ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരെ പറയുന്നു, ഇന്ത്യയുടെ GDP-ക്കെതിരെ പറയുന്നു, ഇന്ത്യയുടെ താല്പര്യത്തിനെതിരെ പറയുന്നു. അപ്പൊ അത് പറയിക്കുന്നതോടെ കാശ് മേടിക്കുന്നു. അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്നു, ലോകത്തുടനീളം ഇന്ത്യ തകർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ വർത്തമാനം അയാൾ പറഞ്ഞ കുംഭമേളയ്ക്ക് കുളിക്കണമെന്ന്. കുംഭമേളയ്ക്ക് കുളിച്ചാൽ പട്ടിണി മാറുമോന്ന്. കുംഭമേളയ്ക്ക് കുളിച്ചാൽ പട്ടിണി മാറുമോന്ന് ചോദിച്ചപ്പോൾ പ്രസംഗം കേട്ടോണ്ടിരുന്ന ചാടി എണീറ്റു. ഇയാൾ അത് പറയണ്ട, ഇയാൾ രാഷ്ട്രീയം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവിടം തൊട്ട് അടി കിട്ടാൻ തുടങ്ങി, അതങ്ങ് നിർത്തിയതാ. അതൊരു പക്ഷേ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യം ഒരു പക്ഷേ ഞാൻ പറയേണ്ട, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം, അതിന് ശേഷം പറയാന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞു നോക്കിയപ്പോൾ അതിന്റെ ഇരുത്തമല്ലാത്ത മോശമായി പോയതുകൊണ്ട് പറച്ചിലങ്ങ് നിർത്തിയതാ. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത്, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് പോകുന്ന പാർട്ടിയാ. അതിനകത്ത് നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ 60 കൊല്ലം ഭരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഭരിക്കാൻ അവസരം കിട്ടിയത് നെഹ്റുവിനാണെന്ന് പറഞ്ഞിട്ട് ഇത് പിടിച്ചു മേടിച്ചതാ. അപ്പൊ ഇത്രയും കാലത്തിനകത്ത് ഇപ്പോഴും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ MP ആക്കാനാ, അവരുടെ അമ്മ MP സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കാനാ, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് നിന്ന കോൺഗ്രസ് പാർട്ടിയെ തന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത് ഏതാണ്ട് 100 കൊല്ലത്തോളം ആകുന്ന സമയത്തും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതിന്റെ കാരണം നമ്മളിപ്പോ ഓരോന്ന് പരിശോധിക്കുമ്പോൾ നെഹ്റു ഉൾപ്പെടെ ഉള്ളവര് ഇന്ത്യയിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ വിരുദ്ധതയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, നെഹ്റുവിന്റെ താല്പര്യങ്ങളിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ഇപ്പൊ നടക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹം കേരളത്തില് യാതൊരു നാളെ കാലത്തെ സാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്പേസിന് വേണ്ടി സംസാരിച്ചായിരിക്കും, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യക്ക് വേണ്ടി സംസാരിച്ചായിരിക്കും. അതിനകത്ത് വേറെ കാണാനൊന്നുമില്ലേ. എത്ര പറഞ്ഞാലും ഒരു കാര്യം നമ്മളിപ്പോ പാർത്ഥന് അറിയാമല്ലോ, പാർത്ഥൻ മനസ്സിലായാലും ഇവിടെ കേരളത്തിൽ തന്നെ നാളെ കാലത്തെ അധികാരത്തിൽ വരാൻ നിൽക്കുവോ? എത്ര മുഖ്യമന്ത്രിമാരുണ്ട്, എത്ര നേതാക്കന്മാരുണ്ട്, ഇവരെല്ലാം അഭിപ്രായം പറയുന്നില്ല. ശശി തരൂർ പറഞ്ഞത് അഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെങ്കിലും ഇന്ത്യ ലോകത്തിന് നെറുകയിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അല്ലാതെ അഭിപ്രായം പറയുന്നതിനകത്ത് കോൺഗ്രസിനാരെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ലേ. ഏത് കൂറെ അഭിപ്രായം പറയും, ഏതവനും അഭിപ്രായം, വർക്കിംഗ് കമ്മിറ്റിയും പറയും, ബൂത്ത് പ്രസിഡന്റും പറയും. അതിനകത്ത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല. അതേ രീതിയിൽ അലമ്പായിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം. അപ്പൊ അഭിപ്രായം ഇപ്പൊ ചർച്ചയായി വരുന്നത്, ആ അഭിപ്രായത്തിനെതിരെ ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായം വരുന്നത് പറഞ്ഞാൽ അത് മോദിക്ക് അനുകൂലമായിട്ടും രാജ്യത്തിന് അനുകൂലമായിരിക്കും, രാജ്യത്തിന്റെ താല്പര്യത്തിനും അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ശശി തരൂരിന്റെ അഭിപ്രായം അപ്രസക്തമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് തെറ്റായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് ഈ പറയുന്നത് പോലെ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റാത്ത അച്ചടക്കം ഉള്ളത് കൊണ്ട് ഒന്നുമല്ല. ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അത് ചർച്ചയായതും അത് ശരിയായതുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിന്നു കൊടുക്കാനേ സാധ്യമാകും. തീർച്ചയായിട്ടും. എന്തായാലും ഈ ശശി തരൂരിൻ്റെ പ്രസ്താവന ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി നിൽക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ ഒരുപക്ഷെ ലോകം കണ്ടൊരു മനുഷ്യന് സത്യസന്ധമായി തന്നെ പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം ഇന്നലെ ശശി തരൂരിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരായാലും ഞാൻ അത് അങ്ങനെ തന്നെ പറയും എന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്തായിരിക്കും ഈ കോൺഗ്രസ് ഒക്കെ ഇതിൽ കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.